ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി കേസെടുത്ത് അന്വേഷിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. ഇ ഡിക്ക് രേഖകൾ നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവ്. റിമാൻഡ് റിപ്പോർട്ടും FIS അടക്കമുള്ള രേഖകൾ ഇ ഡിക്ക് കൈമാറും. SITക്ക് തിരിച്ചടി ആണെന്ന് ഉറപ്പായും പറയാം. കാരണം SITയുടെ എതിർപ്പ് തള്ളുകയായിരുന്നു വിജിലൻസ് കോടതി. ഇ ഡി സമാന്തര അന്വേഷണം നടത്തുന്നതിന് SIT അവിടെ എതിർത്തിരുന്നു. അതിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ കൊള്ളയുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ ഈ PMLA അട്രാക്ട് ചെയ്യുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള ഇ ഡി വരേണ്ട PMLA കേസ് അട്രാക്ട് ചെയ്യുന്ന എന്താണ് എന്ന കാര്യത്തിൽ ചോദ്യം ഉണ്ടായി. പക്ഷേ ഇ ഡിക്ക് എന്താണ് അതിൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അത് വരും ദിവസമാണ് ഇനി ഇതിൽ കള്ളപ്പണത്തിൻ്റെ ഏതെങ്കിലും സാന്നിധ്യം ഉണ്ടോ എന്നവരും അറിയുക. ഇ ഡി വരുന്നത് ഈ കേസ് അന്വേഷണം ഒരുമാതിരി നേരായ ട്രാക്കിൽ പോവുകയാണെന്ന് ഹൈക്കോടതി ഏറ്റവും കൂടുതൽ പരിഗണിക്കുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞാണ് നേരായ ട്രാക്കിൽ പോവുകയാണെന്നുള്ള കാര്യം. അതിന് ഏതെങ്കിലും തരത്തിൽ ജെപ്പഡൈസ് ചെയ്യുന്ന വരവാവോ അത് എന്നുള്ള ആശങ്ക അടക്കം SITക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സമാന്തര അന്വേഷണം നടത്തുന്നത് ശരിയാവില്ല എന്ന് SIT എതിർത്തിരുന്നത്. അപ്പോൾ അത് തള്ളുകയാണ് വിജിലൻസ് കോടതി. ഇ ഡി കൂടി വരികയാണ്. ഇ ഡി വരുമ്പോഴേക്കും ഉറപ്പായും അതിൽ CPM രാഷ്ട്രീയം ആരോപിക്കാവുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇ ഡി വരുന്ന കാര്യത്തിലൊക്കെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഇക്കാര്യങ്ങളൊക്കെ CPM ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുമെന്ന കാര്യം തർക്കം വേണ്ട. എന്തായാലും SITക്ക് തിരിച്ചടിയാണ്. SITയുടെ എതിർപ്പ് തള്ളിയാണ് വിജിലൻസ് കോടതി ഇ ഡി വരാൻ പറയുന്നത്. ഇ ഡി PMLA കേസുകളാണ് അന്വേഷിക്കുക. ഈ കേസിൽ എങ്ങനെയാണ് കള്ളപ്പണ നിരോധന നിയമം വരിക എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതിൽ ഇ ഡി കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് ഇത് കള്ളപ്പണ നിരോധന നിയമം വരിക എന്നറിയില്ല. KR ഗോപി, ഇ ഡി കൂടി വരുമ്പോഴേക്കും ഇത് മറ്റൊരു ഡയമെൻഷനിലേക്ക് ഇത് മാറുകയാണ്. ഇത് PMLA വരികയാണ്. അപ്പോൾ SIT ആശങ്കപ്പെടുന്നത് ഇ ഡി വരുമ്പോൾ സമാന്തര അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റോ എന്നൊരു SITക്ക് ആശങ്ക ഉണ്ട്. ശരിയായ ആശങ്കയുമാണ് ഗോപി. ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരാനുണ്ട്. കാരണം അന്താരാഷ്ട്ര മാഫിയ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കെ ഇത് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവുകയാണ്. സ്വാഭാവികമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ആശങ്ക ഉണ്ടാവുക എന്നത്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ നൽകാൻ വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടും FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും അടക്കമുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ഉള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളി. ഇ ഡി സമാന്തരമായ അന്വേഷണം നടത്തുന്നതിനെയാണ് SIT എതിർത്തിരുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളും അന്വേഷണവും പുരോഗമിക്കുന്നതിനിടെയാണ് ഇതിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ട രേഖകൾ കൈമാറണം എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എതിർത്തിരുന്നു. പക്ഷേ കോടതി ആ എതിർപ്പ് മറികടന്നിരിക്കുന്നു. കോടതി തള്ളിയിരിക്കുന്നു. ഇ ഡിക്ക് രേഖകൾ നൽകാനാണ് വിജിലൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ഇത് ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറാനാണ് ഇ ഡിക്ക് തീരുമാനം. SITക്ക് ഈ തീരുമാനം ഒരു തിരിച്ചടിയാണ്. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നതിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരത്തെ എതിർക്കുകയായിരുന്നു. അരുൺരാജ് നമ്മളോടൊപ്പമുണ്ട്. അരുൺരാജ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കേസിലേക്കുള്ള വരവ് ഇതിന്റെ ദിശയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്, മാറ്റാൻ പോകുന്നത്? പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെയൊക്കെ പങ്കാളിത്തം ഇതിനകത്തുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പോലുള്ളവർ ആരോപിക്കുകയും അതിന്മേൽ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഇ ഡിയുടെ ഈ കേസിലേക്കുള്ള വരവ് ഈ കേസിന്റെ ഗതി എങ്ങനെ മാറ്റും? SIT എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഇ ഡിയുടെ ഈ ആവശ്യത്തെ എതിർത്തിരുന്നത്? കോടതി ഇപ്പോൾ ഇ ഡിക്ക് അനുകൂലമായ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ അന്വേഷണത്തിലേക്ക് എത്തുന്നു ഇ ഡി എന്നുള്ളതാണ്. അത് ഇതുവരെ SIT ആണ് അന്വേഷിച്ചതെങ്കിൽ ഇ ഡി കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ ഡി അന്വേഷണത്തെ ആദ്യഘട്ടത്തിൽ തന്നെ SIT എതിർത്തിരുന്നു. പ്രോസിക്യൂഷൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇ ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ല എന്നുള്ള വാദം SIT വെച്ചെങ്കിലും രേഖകൾ നൽകുന്നുള്ള എതിർപ്പായിരുന്നു SIT മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി ഇക്കാര്യത്തിലെടുത്ത നിലപാട് രേഖകൾ കൈമാറാനാണ്. FIR-ഉം FIS
ദിവസം നൽകുന്നതിന് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ നൽകാൻ കഴിയില്ലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് അഴിമതി നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വിദേശ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇ ഡി അന്വേഷണത്തെ എന്തിനെതിർക്കണം? അക്കാര്യത്തിൽ ഇ ഡിക്ക് കൂടി അന്വേഷണം നടത്തട്ടെ. നേരത്തെ തന്നെ പല കേസുകളിലും ഇത്തരത്തിൽ ഹൈക്കോടതി അടക്കം നിലപാടെടുത്തതാണ്. ഇ ഡി ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു എഫ്ഐആർ ഇക്കാര്യത്തിൽ കോടതി മുഖാന്തരം ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ നാഷണൽ ഹെറാൾഡ് കേസാണ് ഇ ഡി ചൂണ്ടിക്കാട്ടിയത്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഔദ്യോഗികമായി ഈ രേഖകൾ മേടിക്കാതെ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇ ഡി സ്വാഭാവികമായി ഇടപെട്ടത് സുപ്രീം കോടതിയിലടക്കം വലിയ തിരിച്ചടികൾക്ക് ഇട നൽകിയിരുന്നു. അതുകൊണ്ടാണ് കോടതി മുഖാന്തരം ഇതിന്റെ രേഖകൾ ഇപ്പോൾ ഇ ഡി തേടിയിട്ടുള്ളത്. ഇ ഡിക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് തന്നെ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഇ ഡി ഈ കേസിലേക്ക് കൂടി ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇതിന് ദേശീയ തലത്തിലേക്കുള്ള മാനം കൂടി ഈ കേസിൽ എത്തുന്നു എന്നുള്ള സവിശേഷമായ സാഹചര്യം ഇപ്പോഴുണ്ട്. ഇപ്പോൾ നിലവിൽ SIT-യുടെ കസ്റ്റഡിയിലാണ് ഈ പ്രതികളെല്ലാമെങ്കിൽ ഇനി ഇ ഡി എടുക്കുന്ന കേസിൽ കൂടി ഇവർ പ്രതികളായി മാറും എന്നുള്ള മാത്രമല്ല, അത് അരുൺരാജ് പറഞ്ഞതുപോലെ ഇതിൽ സർക്കാർ എടുത്തിരുന്ന ഒരു നിലപാടും സമീപനവും അത് തന്നെയായിരുന്നല്ലോ. അതായത് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന അന്വേഷണം മാത്രമേ ഇ ഡി നടത്താവൂ എന്നതായിരുന്നല്ലോ സർക്കാരിന്റെ ആവശ്യം. മറ്റു കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തിയാൽ അത് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ ബാധിക്കും എന്നൊരു നിലപാടായിരുന്നല്ലോ സർക്കാർ എടുത്തിരിക്കുന്നത്. ആ നിലപാടിന് ഏറ്റവും ഒരു തിരിച്ചടി കൂടിയല്ലേ ഇത്? തീർച്ചയായും ജി കെ, തുടക്കം മുതൽ സർക്കാർ എടുത്ത നിലപാട്, കോടതിയിലെടുത്ത നിലപാട്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നൽകാൻ കഴിയില്ല. ആ രേഖകൾ നൽകിയാൽ അന്വേഷണത്തിന് സമാന്തര അന്വേഷണമാണ് നടക്കുന്നത്. ആ സമാന്തര അന്വേഷണം ഇ ഡിയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്നതായി മാറും. അത്തരം അന്വേഷണം കോടതി അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി മുൻ വിധികളെയും മുൻ പശ്ചാത്തലങ്ങളും പരിശോധിച്ചാണ് ഇത്തരമൊരു വിധിയിലേക്ക് കടന്നത്. കാരണം കോടതി ചോദിച്ചത് ഇക്കാര്യങ്ങളിൽ ഇ ഡി അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ എന്ത് തടസ്സമാണുള്ളത്? സ്വാഭാവികമായും ഒരു അന്വേഷണ ഏജൻസിയാണ്. ഇത്തരത്തിലുള്ള ദേശീയ മാനം ഈ കേസിലുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കള്ളപ്പണ വെളുപ്പിക്കലടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട, അതിന് ചുമതലപ്പെട്ട ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാട് കോടതി ഇന്ന് സ്വീകരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.